ഒരു ദുബായ്ക്കാരനാവാൻ കൊതിച്ച ഒരു 2K കിഡിന്റെ കഥ ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. നമസ്കാരം, നിബിനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഓഫർ ലെറ്റർ സൈൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ റൈറ്റ് ഹൗസിന്റെ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് കുശലമൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടുകാരനാണ്, കോഴിക്കോടുകാരനാണ്. അങ്ങനെ 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി. അദ്ദേഹം ഒരു പ്രാവശ്യം നാട്ടിൽ ചെന്ന സമയത്ത് മകൾക്കുള്ള കല്യാണാലോചനകൾ വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ മകൾ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കെട്ടിച്ചു വിടാം, അങ്ങനെയാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനിയും പഠിക്കും, എനിക്കൊരു ടീച്ചർ ആവണം, എനിക്കൊരു കോളേജ് ലെക്ചറർ ആവണം, അതിന് നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്തു തരണം, എനിക്കൊരു ക്യാമറയും ഒരു ലൈറ്റും മേടിച്ചു തരണം, കാരണം ഞാൻ ഓൺലൈനിൽ ട്യൂഷനുകൾ എടുത്ത് തുടങ്ങാൻ പോവുകയാണ്. മകൾ ട്യൂഷനുകൾ എടുത്തു തുടങ്ങുന്നു. അത്യാവശ്യം മകൾക്ക് പഠിക്കാനുള്ള വരുമാനം ഉണ്ടാവുന്നു. ഇനിയാണ് കഥാനായകന്റെ രംഗപ്രവേശനം. അങ്ങനെ +2 കഴിഞ്ഞ നമ്മുടെ കഥാനായകൻ കൂട്ടുകാരന്റെ ഷൂ ഷോപ്പിൽ ജോലി ചെയ്തു തുടങ്ങുകയാണ്. പൈസയൊക്കെ കിട്ടി, രസം പിടിച്ചു തുടങ്ങി. അദ്ദേഹം ഉപ്പയോട് പറഞ്ഞു, ഇനി എനിക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റൂല, ഞാൻ ഇനി ഉപ്പയുടെ കൂടെ ദുബായിലേക്ക് വരികയാണ്, എനിക്കും അവിടെ ഒരു ജോലി വേണം, കാശുണ്ടാക്കണം. കൂടുതലൊന്നും പറയാൻ നിന്നില്ല നമ്മളുടെ ഈ ഒരു കോഴിക്കോട്ടുകാരനായ ഉപ്പ. തിരിച്ച് 14 ദിവസത്തെ ചെറിയൊരു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് മകനെയും കൂടെ കൂട്ടുന്ന ഒരു വിസിറ്റ് വിസ എടുത്ത് മകനെയും കൂടെ കൂട്ടി അദ്ദേഹം ദുബായിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ കോഴിക്കോട്ടുകാരൻ കഥാനായകൻ ദുബായ്ക്കാരനായി മാറുന്നു. അങ്ങനെ വന്ന ആദ്യ 2 ദിവസം തന്നെ ഉപ്പവനെ ദുബായ് മുഴുവൻ ഒന്ന് ചുറ്റിക്കാണിക്കുകയാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങളും നമ്മുടെ ബുർജ് ഖലീഫയും ദുബായ് മാളും വലിയ റോഡും കാറും. അങ്ങനെ കോരിത്തെറിച്ച് നിൽക്കുന്ന ഇവനെ നേരെ കൊണ്ടുപോയി സുഹൃത്തിന്റെ ഗ്രോസറിയിലാക്കുന്നു. 12 മണിക്കൂർ ജോലി, 15 പേരുള്ള റൂമിൽ താമസം, 1400 ദിർഹം ശമ്പളം. ജോലിയോ ഇവന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് ഡെലിവറി ബോയ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. നമ്മുടെ നായകന് ശമ്പളം കിട്ടാനായി. അങ്ങനെ ഉപ്പ വന്നൊരു ദിവസം അവനോടെ ചോദിച്ചു, മോനെ നമുക്ക് എംപ്ലോയ്മെന്റ് വിസ അടിക്കല്ലേ 2 വർഷത്തേന്ന്. അത് കേട്ട പാടെ അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, എനിക്ക് തുടർന്ന് പഠിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വരും. അന്ന് ചിലപ്പോൾ ഇന്ന് എനിക്ക് കിട്ടുന്ന 2 വർഷത്തെ ശമ്പളത്തേക്കാൾ കൂടുതൽ എനിക്ക് 6 മാസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൽ ശമ്പളത്തിന്റെ കണക്കല്ല പറയുന്നത്, വിദ്യാഭ്യാസത്തിന്റെ വിലയാണ്. അവന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന് ആ വഴി കാണിച്ചു കൊടുത്ത ഉപ്പ തന്നെയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അനുഭവത്തിലൂടെ ആഴം മനസ്സിലാവും. That's all for today. See you in the next video.